ബൈബിളിലെ ലൂക്കോസിന്റെ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രതിക്രിയ നടത്തി രക്ഷിക്കുക. അവൻ അടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഈ പകൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത ഒരു ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ എല്ലാവരും കണ്ടു കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചും അവസാന ആ നാളുകളെ കുറിച്ചുമാണ് കർത്താവ് സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, തന്റെ രാജ്യത്തിന്റെ പൂർണ്ണ വെളിപ്പെടുത്തൽ ഉടനെ സംഭവിക്കത്തില്ല, അതിന് താമസം വരും. ഈ താമസം വരുന്ന കാലയളവിൽ കഷ്ടതയും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. അതിന്റെ നടുവിൽ അവരെങ്ങനായിരിക്കണമെന്ന് അവരോട് പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഭാഗമാണ് 18-ാം അധ്യായം നമ്മൾ വായിച്ചത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയ്ക്ക് താമസം വരും. അതുകൊണ്ട് ആ ഒരു കാലയളവിൽ കഷ്ടതയും പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. ഇത്രയും പറഞ്ഞതിന് ശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കർത്താവ് പറയാണ്, നിങ്ങൾ മടുത്തു പോകാതെ അവസാന നാളിൽ ഈ പറഞ്ഞ ഭാഗം വെച്ച് 3 കാര്യങ്ങളാണ് ലൂക്കോസ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, കഷ്ടതയും പരീക്ഷണങ്ങളും ജീവിതത്തിൽ കഷ്ടതകൾ വരും, പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും. 2ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി വൈകുന്നു എന്നുള്ള അനുഭവം എന്ത് ചെയ്യും? ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി എന്ത് ചെയ്യുന്നു? വൈകുന്നു. 3ാമത്തത്, വിശ്വാസക്കുറവും നിരാശയും. ഈ സമയങ്ങളിൽ കർത്താവ് പറയാണ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കും. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയെ കുറിച്ചാണ്. അത് കൂടുതൽ ഒരു വിശദീകരണത്തിലേക്ക് പോകത്തില്ല. 2ാമത്തെ കാര്യമാണ് പ്രധാനം, പ്രാർത്ഥനയിൽ മടുപ്പ് വരുമോ? വന്നാൽ അതിനെ എങ്ങനെ ജയിക്കാം?
സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. പ്രാർത്ഥനയിലെ മടുപ്പിന്റെ മേൽ ഇന്നൊരു വിടുതലുണ്ടാകും. ദൈവവചനത്തെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്താൽ, പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചാൽ, പ്രാർത്ഥനയിലെ മടുപ്പിന്റെ മേൽ ഒരു വിടുതലുണ്ടാകും. ഹല്ലേലൂയ. ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളെ ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഒന്ന്, ഒരു ന്യായാധിപൻ, അല്ലെ? 2, ഒരു വിധവ. 3 മൂന്നാര് പ്രതിയോഗം. സ്വോത്രം. 1 ന്യായാധിപൻ, 2 വിധവ, 3 പ്രതിയോഗി. പ്രതിയോഗിയുടെ പേരും അഡ്രസ്സും ഒന്നും ഇല്ലേ പോലും അതൊരു വ്യക്തിയാണെന്നാണ് കർത്താവ് ഉപമയിലൂടെ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. 1 ന്യായാധിപനാണ്. ഈ യഹൂദന്മാരുടെ ഈ നിയമ നടത്തിപ്പനുസരിച്ച് ഒരു ചെറിയ വിഷയം അതിന്റെ വ്യവഹാരം തീർപ്പാക്കാൻ സ്തോത്രം 3 ന്യായാധിപന്മാർ, അല്ലെ 3 ആൾക്കാർ അതിന് വേണം. 3 ആൾക്കാരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അതിലേക്ക് ഒരു തീർപ്പിലേക്ക് വരുന്നത്. 1, പ്രതിക്ക് വേണ്ടി ഒരാള് വേണം. 2, വാദിക്ക് വേണ്ടി ഒരാള് വേണം. 3, റോമൻ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായി ഒരാൾ എന്ത് ചെയ്യണം? വേണം. ഇദ്ദേഹത്തെയാണ് പ്രധാനമായി ന്യായാധിപൻ എന്നെന്ത് ചെയ്യുന്നത്? പറയുന്നത്. മനസ്സിലായല്ലോ? സ്തോത്രം. പക്ഷേ അന്നത്തെ കാലത്ത് ഈ ന്യായാധിപന്മാരോട് ഒരതൃപ്തിയായിരുന്നു ജനത്തിന്. സ്തോത്രം. ഒരതൃപ്തിയാണ്. എന്താ ചോദിച്ചാ, ഇവര് കൈക്കൂലി വാങ്ങുന്നവരാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് ആരാണോ ഇത് കൊടുക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യും? വിധി കൽപ്പിക്കും. ഇന്നും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, അല്ലേ? സ്തോത്രം. അപ്പോൾ കൈക്കൂലി കൊടുത്ത്, പണം കൊടുത്ത് വിധി അവർക്ക് അനുകൂലമാക്കുന്ന ന്യായാധിപന്മാരായിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് എന്നും ഒരു അതൃപ്തി ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ ന്യായാധിപന്മാർ ഈ കൂടെ അവരെ അസഹ്യപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവര് ഭയങ്കര ശല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പോലും അവരെ അസഹ്യപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ന്യായാധിപനെയാണ് ക്രിസ്തു എന്ത് ചെയ്യുന്നത്? ഉപമയിലൂടെ വെളിപ്പെടുത്തിയത്. കാരണം കർത്താവിനറിയാം, ഈ ന്യായാധിപനെ വെളിപ്പെടുത്തിയാൽ ഇത് കേൾക്കുന്ന ജനത്തിന് മനസ്സിലാകും. കാരണം അന്നത്തെ കാലത്ത് ന്യായാധിപന്മാരുടെ സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. രണ്ടാമത്തതാണ് വിധവ. സ്തോത്രം. വിധവ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു പ്രാധാന്യം അവർക്ക് ഇല്ല. അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല, അവരെ അനുകൂലിക്കാൻ ആരുമില്ല. അവഗണനയാണ് അവർക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അവരോട് അന്യായമായി സംസാരിക്കത്തുള്ളൂ, കാണിക്കത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അവർക്കൊരു പരിഗണനയും ആ സമൂഹത്തിൽ ഇല്ല. പക്ഷെ ഇവിടുത്തെ വിധവ ഒരു കാര്യം ചെയ്തു. അവളുടെ നീതിക്ക് വേണ്ടി നിരന്തരം ന്യായാധിപനെ അവൾ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. മൂന്നാമത്തതാണ് പ്രതിയോഗി. ആരാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അതൊരു വ്യക്തിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രതിയോഗി എന്നെഴുതിയത്. സ്തോത്രം. അതൊരു അവളെ അസഹ്യപ്പെടുത്തുന്ന, അവളെ ബുദ്ധിമുട്ടിക്കുന്ന
ഒരു വ്യക്തി എന്ന് നമുക്ക് ഇതിനകത്തൂടെ പഠിക്കും. അപ്പൊ 3 കഥാപാത്രങ്ങളാണ് ഈ ഉപമയിലൂടെ ക്രിസ്തു എന്ത് ചെയ്തത്, വെളിപ്പെടുത്തിയത്. ഇത് 3ഉം ഇതിന്റെ അകത്തൊരാശയമുണ്ട്. സ്തോത്രം. വിധവ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരെയാ കാണിക്കുന്നത്. സ്തോത്രം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ വിധവയാണെന്നോ നമ്മൾ അപ്പനില്ലാത്തവരാണെന്നോ എന്നല്ല അർത്ഥം. അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പരിഗണനകൾ കിട്ടിയെന്ന് വരത്തില്ല, അവഗണനകൾ ഉണ്ടാകാം, ആരും നമ്മളെ സഹായിക്കാൻ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു അർത്ഥത്തിലാണ് ക്രിസ്തു എന്ത് ചെയ്തത്, പറഞ്ഞത്. അല്ലാതെ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു അപ്പനുണ്ട് അല്ലേ, പുത്രത്വത്തിന്റെ ആത്മാവിനെയാ ഞങ്ങളുടെ മേൽ പകർന്നത് അല്ലേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനെ ഒന്നും എതിർത്തല്ല ഞാൻ ഇത് പറയുന്നത്. സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു വിധവയ്ക്കുള്ള ഒരു സ്ഥാനം അത്രയേ ഉള്ളൂ ദൈവമക്കൾക്ക്. സ്തോത്രം. പരിഗണനകളോ ഹല്ലേലൂയ സ്തോത്ര സപ്പോർട്ടോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു വിധവ ഒരു സമൂഹത്തിൽ എന്തനുഭവിക്കുന്നു ആ നിലയിലായിരിക്കും പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ അനുഭവം. അതാണ് കർത്താവ് ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അവളുടെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടോ, അവക്ക് നീതി കിട്ടുന്നത് വരെ, അവളുടെ മറുപടി കിട്ടുന്നത് വരെ. അവിടെ എഴുതിയ വാക്കുണ്ട്, അവൾ എന്ത് ചെയ്തു, ശല്യം ചെയ്തു. ഈ ശല്യം ചെയ്തതിന്റെ പൊരുളാണ് പ്രാർത്ഥന. മനസ്സിലായവർക്കായി സ്തോത്രം. അപ്പൊ ഒരു വിശ്വാസിയായിരിക്കുന്ന നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. കേട്ടോ, ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അതിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. അത് ദൈവസന്നിധിയിൽ ഒരു ശല്യമല്ല. തന്റെ മക്കൾ തന്നോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. സ്തോത്രം. ന്യായാധിപനായിട്ട് ക്രിസ്തു വെളിപ്പെടുത്തിയത് ഒരിക്കലും ദൈവത്തെ അല്ല. ഈ ന്യായാധിപനും ദൈവവുമായിട്ട് എന്തില്ല, ബന്ധമില്ല. പിന്നെ ഒരു കാര്യം അവർ ഉറപ്പ് നൽകാനാണ് ക്രിസ്തു അത് പറഞ്ഞത്. അന്യായമായി അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ നിരന്തരം അവനെ അസഹ്യപ്പെടുത്തിയപ്പോൾ സ്തോത്രം അവൾക്ക് വേണ്ടി നീതി നടത്തി കൊടുത്തെങ്കിൽ അല്ലെ, കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടൊന്നും ചെയ്തതല്ല, അവനെ അസഹ്യപ്പെടുത്തിയത് കൊണ്ട് എന്ത് ചെയ്ത, ഇനി അവളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നീതി നടത്തി കൊടുത്തെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമുക്ക് ഉത്തരം തരുമെന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്ത സർവശക്തനാകുന്ന ദൈവം ന്യായാധിപൻ എത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരും എന്ന് ബോധ്യപ്പെടുത്താൻ കർത്താവ് ന്യായാധിപനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതും ദൈവവുമായിട്ട് ബന്ധമില്ല. കാരണം രണ്ടും രണ്ട് സ്വഭാവം അല്ലെ. നമ്മുടെ ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി ക്രിസ്തു പറഞ്ഞ ന്യായാധിപന് ഇല്ല. കർത്താവ് ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ന്യായാധിപൻ നിരന്തരമായി അവനെ അസഹ്യപ്പെടുത്തിയപ്പോൾ അവൻ അത് ചെയ്തെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം ചെയ്യും. പ്രതിയോഗി എന്ന് പറയുന്നത് മനുഷ്യനല്ല, പൈശാചിക തലമാണ്. നമ്മളോട് പോരാടുന്ന പൈശാചിക മേഖലയാണ് പ്രതിയോഗി എന്ന് അർത്ഥമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന്റെ പൂർണ്ണ വെളിപ്പെടുത്തലുകൾ വരുന്നത് വരെ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പ്രതിയോഗികൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. പ്രതിസന്ധികൾ വരും,
വെല്ലുവിളികൾ വരും, കഷ്ടതകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, അല്ലെ? ഇതെല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിലിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുക്കരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തിപ്പെടണം. പ്രാർത്ഥനയിൽ നിങ്ങൾ എഴുന്നേൽക്കണം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചത് അത് തന്നെയാണ്. കഷ്ടതകൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഒന്ന് മാറുമ്പോൾ വേറൊന്ന് വരും, അത് മാറുമ്പോൾ മറ്റൊന്ന് വരും. കർത്താവിന്റെ വരവോളം ഈ പ്രതികൂലങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വരും, വേറൊന്ന് മാറുമ്പോൾ അടുത്തത് വരും. തിര കയറി ഇറങ്ങി പോകുന്നത് പോലെ വിഷയം വരും. പക്ഷെ അതിന്റെ അകത്ത് ആത്മാവ് ഇടപെടുകയാണ്. സമയഭേദം കൂടാതെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന മഹാപുരോഹിതനാകുന്ന ക്രിസ്തു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുക്കരുത്. കഷ്ടം വന്നാൽ പ്രാർത്ഥന നിർത്തരുത്, രോഗം വന്നാൽ പ്രാർത്ഥന നിർത്തരുത്, പ്രതികൂലങ്ങൾ വന്നാൽ പ്രാർത്ഥന നിർത്തരുത്, പ്രതിസന്ധികൾ വന്നാൽ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയ്ക്കകത്ത് മടുപ്പ് വരരുത്, പ്രാർത്ഥനയ്ക്കകത്ത് വിള്ളല് വരരുത്, പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളയരുത്. ഞാനിത് പറയുന്നത് വെറുതെയല്ല. ഇതിന്റെ അകത്ത് പ്രാർത്ഥനയിൽ മടുപ്പ് വന്നിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിള്ളല് വന്നിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്കെതിരെ പോരാട്ടങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രതിസന്ധിയുണ്ട്. എന്തിയേ നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം? എന്തിയേ നിന്റെ ഇന്നലകളിലെ പ്രാർത്ഥനാ ജീവിതം? എന്തിയേ കണ്ണുനീര് വാരിയെറിഞ്ഞ പ്രാർത്ഥനാ ജീവിതം? എന്തിയേ ആത്മാവിന്റെ തികവിലുള്ള പ്രാർത്ഥനാ ജീവിതം? ഭാഷയുടെ നിറവിലുള്ള പ്രാർത്ഥനാ ജീവിതം? അനേകർ ഉറങ്ങുമ്പോഴും നീ ഉണർന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എന്തിയെ? എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥന എന്തിയെ? പ്രാർത്ഥനയിലെ മടുപ്പിനെ എടുത്തു കളയണമെന്ന് പരിശുദ്ധയാൽ നിന്റെ ഹൃദയത്തെ പൂർണ്ണപ്പെടുന്നു. ഒന്നും നടക്കാത്തത് കൊണ്ടാണോ പ്രാർത്ഥിക്കാത്തത്? അതോ എല്ലാം നടന്നത് കൊണ്ടാണോ പ്രാർത്ഥിക്കാത്തത്? സ്തോത്രം. ഇന്ന് പകൽ സ്വയം പരിശോധനയ്ക്ക് വിധേയം. കർത്താവ് പറയാണ്, കഷ്ടത വരും, പട്ടിണി വരും, രോഗം വരും, ദുഃഖം വരും, പ്രതിസന്ധി വരും, പോരാട്ടം വരും, വിഷയങ്ങൾ വരും. പക്ഷെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുക്കരുത്. അപ്പം എങ്ങനെയാണ് മടുപ്പ് വരുന്നത്? അതിനെ എങ്ങനെ ജയിക്കാം? ഇത് ഞാൻ പറയാം. അതിന് മുമ്പ് പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് തന്നൊരു വെളിപ്പാട് പറഞ്ഞ് അതിലേക്ക്. എന്താണ് പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? നിങ്ങളുടെ നിശബ്ദത കണ്ടിട്ട് നിങ്ങൾ ആരും ഇപ്പൊ പ്രാർത്ഥനയിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പ്രാർത്ഥന? നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് അന്യഭാഷയായിട്ടാ തോന്നുന്നത്. സ്വതന്ത്രം എല്ലാരും കൂടെ പറഞ്ഞ അതങ്ങോട്ട് മനസ്സിലാക്കി. എന്താ സ്ഥലം? ദൈവവുമായിട്ടുള്ള ബന്ധം. ഓക്കെ, പരിഗണിക്കാം. എന്താ പ്രാർത്ഥന? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. സ്വതന്ത്രം. വേറെ എന്തെങ്കിലും ഉണ്ടോ? പെറ്റീഷൻ. ഓക്കെ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയാം. അത് സ്വീകാര്യമാണെങ്കിൽ എടുത്തോണം, ഇല്ല വേണ്ട. ഞാൻ ഏതായാലും എടുത്തു. സ്വതന്ത്രം. സ്വീകാര്യമാണ് എടുത്തത്, ഇല്ല കളഞ്ഞില്ല. മനുഷ്യന്റെ ഹൃദയം നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ഒരു ഹൃദയം. ചിലരൊക്കെ പറയും, ഓ അവർക്ക് ഒരു ഹൃദയവും ഇല്ല, അവൻ ഒരു ഹൃദയവും
അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ ഉണ്ട്, ഹൃദയം ഇല്ലാതാവുന്നില്ല. മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. മനസ്സിലായോ? മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് സംസാരിക്കും. സ്തോത്രം. ഒന്നുകൂടെ കാര്യം പറഞ്ഞ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സമയമാണ് പ്രാർത്ഥന. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതുള്ള സമയങ്ങളിൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നതും പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നതിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അല്ലാതിരിക്കുമ്പോ ഈ ഹൃദയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിച്ച് കൂട്ടുന്നത്. നമുക്കുള്ളത് ചിന്തിക്കും, അയൽവക്കത്തുള്ളത് ചിന്തിക്കും, അല്ലേ? മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കും. പക്ഷെ പ്രാർത്ഥനാ സമയത്ത് അങ്ങനല്ല. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് സംസാരിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരണം. ദൈവസന്നിധിയിൽ ഹൃദയം പകരാതെയുള്ള പ്രാർത്ഥനയല്ല. അതിനെ പ്രാർത്ഥന പ്രകസനം എന്ന് വിശേഷിപ്പിക്കാം. ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഡെഫിനിഷൻ ബൈബിൾ കൊടുത്തിരിക്കുന്നത് ഹൃദയത്തെ പകരുക. ഒന്ന് വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ച് നിർത്തി. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഒരു പ്രാർത്ഥന. വായിച്ചു. അപ്പൊ ഇവൾ എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ ആലയത്തിൽ വന്നെന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ പുരോഹിതനായിരിക്കുന്ന ഏലി ഇവളുടെ വായ എന്ത് ചെയ്തു? സൂക്ഷിച്ച് നോക്കി. സ്തോത്രം. സൂക്ഷിച്ച് എന്ത് ചെയ്യുക? അവളുടെ വായ നോക്കുക. ചിലരങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല, നോട്ടം. പോട്ടെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്. വായിച്ചു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ, ഹൃദയം കൊണ്ട്, കണ്ടോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ശബ്ദം കേൾപ്പാൻ. അപ്പൊ പ്രാർത്ഥന എന്താണെന്നാണല്ലോ ചിന്തിക്കുന്നത്. ഹൃദയം കൊണ്ട്, നിങ്ങൾ വിടില്ലേ? ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം. ചിലര് പ്രാർത്ഥിക്കുന്ന വെടി പൊട്ടുന്നവർ, അല്ലേ? സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ? അല്ല. ഇവിടെ ശ്രദ്ധിച്ചേ. ഹന്ന പ്രാർത്ഥിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ഇട്ടോണം. ഹൃദയം കൊണ്ട് അവള് ദൈവത്തോട് സംസാരിക്കുന്നു. പ്രാർത്ഥന ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ ഈ അവളുടെ ഈ ലിപ്സ് അനങ്ങുന്ന അല്ലാതെ വാക്കെന്താന്ന് പുറത്ത് വരുന്നില്ല.
സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, 1 മണിക്കൂർ ഇരുന്ന് വാതോരാതെ പ്രാർത്ഥിച്ചാലും ഹൃദയം ദൈവത്തോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന വൃഥാവാണ്. സ്തോത്രം, സ്തോത്രം. വായിച്ചു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി നോക്കിയപ്പോ ചുണ്ടനങ്ങുന്നു, ശബ്ദമില്ല, അല്ലെ, ഭയങ്കര പ്രാർത്ഥനയുമാണ്. അപ്പൊ പുള്ളി വിചാരിച്ചത്, സ്തോത്രം, ഇവള് ലഹരി പിടിച്ച് എന്ത് ചെയ്യാ ഇരിക്കുകയാണെന്നാണ് ചിന്തിച്ചത്. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ എന്റെ അർത്ഥം? സ്തോത്രം. വായിച്ചു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, ഉത്തരം കേട്ടോടെ, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എന്റെ ഹൃദയം പകരുകയാണ്. കേട്ടോ, ഹൃദയം തമ്മിൽ സംസാരിച്ചു. തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താൻ പകർന്നു. ഇതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി ഒന്ന് താഴോട്ട് വായിച്ചേ. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലിയുടെ മറുപടി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ഹൃദയത്തെ അവള് ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ, ഹൃദയം കൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, അവളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നപ്പോൾ, നിങ്ങൾ കേൾക്കണം, ആ പ്രാർത്ഥന വിട്ടെഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൾക്ക് അതിന്റെ ബ്ലെസ്സിങ് വന്നു. സ്തോത്രം. മറുപടിയുടെ ദൂത് വന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി വരാത്തത് നമ്മുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അവള് ഹൃദയം കൊടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് മറുപടിയുടെ ദൂത് പുരോഹിതനിലൂടെ ദൈവം കൈമാറും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അഭിഷക്തന്മാരിലൂടെ, എല്ലാരെയും ഒന്നും ഞാൻ പറയത്തില്ല, ദൈവത്തിനു വേണ്ടി യഥാർത്ഥമായി നിൽക്കുന്ന പുരോഹിതന്മാരുടെ അതരത്തിൽ നിന്ന് ഒരു വാക്ക് പറയുകയാണ്, നീ ഭാരപ്പെടണ്ട, നീ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ വാക്ക് ഏറ്റെടുക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതൊരു അനുഗ്രഹമായി മാറും. ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിൽ പറയുന്ന വാക്കുകളെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. വെളിപ്പെട്ടിട്ട് സ്വീകരിക്കാൻ ഇരിക്കരുത്, സ്വീകരിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടും. അതൊരു ബ്ലെസ്സിംഗ് അല്ലേ? അതൊരു അനുഗ്രഹമല്ലേ? അല്ലേ? അനുഗ്രഹമാത്. അതൊരു അനുഗ്രഹമായിരുന്നു. എന്തായിരുന്നു? നീ കഴിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ഉത്തരം തരുമാറാൻ. അതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അവൾ ഏറ്റെടുത്തപ്പോൾ അവളുടെ മേൽ അത് വീണു. പുരോഹിതനിലൂടെ, അഭിഷക്തനിലൂടെ, ദൈവത്തിന്റെ ദാസനിലൂടെ വെളിപ്പെട്ട അനുഗ്രഹം. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ വിലയില്ലാതെ കാണരുത്. നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറയുന്നതിനെ നിങ്ങൾ കുറച്ചു കാണരുത്.
നിങ്ങൾക്കത് കിട്ടും, വിടുതൽ തരും, സല്ലല്യ ദൈവപ്രവർത്തി ഉണ്ടാകും, അത്ഭുതം നടക്കും എന്ന് പുരോഹിതന്റെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കിനെ, അഭിഷക്തന്മാരുടെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കിനെ നിങ്ങളൊരു നേരം പോക്കായി കാണരുത്. ആ വാക്കിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ ആ ബ്ലെസ്സിംഗ് നിങ്ങളിൽ വെളിപ്പെടും. ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹൃദയത്തെ എന്ത് ചെയ്യണം? പകരണം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു, സങ്കീർത്തനങ്ങൾ 62:8. അതോടെ ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 62:8. എല്ലാ കാലത്തും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? പകരുവിൻ. മതി. അപ്പൊ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? പകരണം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോഴാണ് ദൈവത്തിന്റെ ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയം ചേരുന്നത്. അപ്പൊ ഹൃദയം പകർന്നു വേണം എന്ത് ചെയ്യാൻ? അല്ല ചുമ്മാ കയറി ഇരുന്നൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം ചിലര് കാണത്തില്ല, എപ്പോഴും എന്താ പ്രാർത്ഥന, നല്ല കാര്യമാണ്, പക്ഷെ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കും. ചിലര് പറയാറുണ്ട്, ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കാലോ, പക്ഷെ ആ കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നത് ഹൃദയം കൊടുത്തായിരിക്കും അവരുണ്ടാകും. ശ്രദ്ധിച്ചോണേ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ഹൃദയത്തെ എന്ത് ചെയ്യണം? പകരണം. ഹൃദയം പകരപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് ഹൃദയം ആകണം. ഇവിടെ ശരിയുള്ളൂ, സാരമില്ല. ഹൃദയം പകരണമെങ്കിൽ അതനുസരിച്ച് ഹൃദയം തനുവേ. ഹൃദയം പകരണമെങ്കിൽ ഏതവസ്ഥയിലാകണം? ഖരമാകണോ, ദ്രാവകമാകണോ, വാതകമാകണോ? എന്താകണം? ദ്രാവകം. പകരണമെങ്കിൽ എന്താകണം? ദ്രാവകം. സ്വോത്രം. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വരാം. എന്താ ഖരത്തിന്റെ പ്രത്യേകത? സ്വോത്രം. എന്താ ഖരത്തിന്റെ പ്രത്യേകത? ഇതിന് നിശ്ചിതമായ ഒരു ആകൃതിയുണ്ട്. അതേപോലെ വ്യാപ്തമുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഖരം എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഉദാഹരണം പറയുമ്പോൾ പറയാം. ഉദാഹരണമാണ് കല്ല്, മരം, കേൾക്കുന്നുണ്ടോ? ഇരുമ്പ്, ഐസ്, ഐസ് ക്യൂബ്. ഇതൊക്കെ ഏതവസ്ഥയാ? ഖരം. ഇതിനെ എങ്ങനെ പകരുന്നു? ഇതിനെ പകരാൻ പറ്റുമോ? കല്ലിനെ എങ്ങനെ പകരും? കല്ലിനെ എങ്ങനെ പകരുന്നു? ഇരുമ്പിനെ എങ്ങനെ പകരുന്നു? ഐസ് ക്യൂബിനെ എങ്ങനെ പകരുന്നു? കേൾക്കുന്നുണ്ടോ? മരത്തെ എങ്ങനെ? അപ്പൊ ഹൃദയം പകരപ്പെടണമെങ്കിൽ ഖരമായിട്ടിരുന്നാൽ, ചില ഹൃദയം കല്ല് പോലെ, ചില ഹൃദയങ്ങൾ മരം പോലെ. ഞാൻ ആകൃതിയല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കല്ലോ കേട്ടോ. പോയി വീട്ടിൽ പോയി ചിന്തിക്കല്ലേ എന്റെ ഹൃദയം മരം പോലാണോ എന്ന് ചിന്തിക്കരുത്. അങ്ങനല്ല പറഞ്ഞത്, സ്വഭാവമാണ് പറയുന്നത്. ഹൃദയത്തിന്റെ സ്വഭാവം കല്ല് പോലെ, മരം പോലെ, ഇരുമ്പ് പോലെ, ഐസ് ക്യൂബ് പോലെ ഖരമെന്ന അവസ്ഥയിൽ നീ പ്രാർത്ഥിച്ച നിന്റെ ഹൃദയം പകരപ്പെടുകയില്ല. ഉത്തരം, നീ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ. ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പണിയാൻ, നമ്മുടെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് വരണം. നമ്മുടെ ജഡം വന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഹൃദയം വരണം. സ്തോത്രം.
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കരം പോലുള്ള അവസ്ഥയിലാണ് ഹൃദയം ഇരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പ്രാർത്ഥിക്കണം, കർത്താവേ പകരുന്ന ഒരു അനുഭവത്തിലേക്ക് എന്റെ ഹൃദയത്തെ പണിയണമേ. സ്തോത്രം. ദൂത് കേട്ടിട്ട്, ദൂത് പ്രാപിച്ചിട്ട്, ഹല്ലേലൂയ സ്തോത്രം. ഹൃദയം വീണ്ടും കല്ലാക്കരുത്, ഹൃദയം വീണ്ടും മരമാക്കരുത്, ഹൃദയം വീണ്ടും ഐസ് ക്യൂബ് ആക്കരുത്, ഹൃദയം വീണ്ടും ഇരുമ്പാക്കരുത്. കർത്താവിങ്കൽ നിന്ന് നിനക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം ഉരുകേണ്ടടം ഉരുകട്ടെ, നമ്മുടെ ഹൃദയം പകരേണ്ടടം പകരട്ടെ. സമർപ്പിക്കാൻ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു. ദ്രാവകം മൂന്നാമത് പറയും. എന്താ വാതകം? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ഉപയോഗിക്കുന്ന LPG, ഇതിനെയൊക്കെ എന്ത് പറയുന്നത്? വാതകം. ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാമ്പിൾ പറയാനുള്ള പെട്ടെന്ന് മനസ്സിലാവും. സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണോ? ആണോ? LPGയുടെ കുറ്റി കണ്ടാലും ഗ്യാസ് കാണാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഓക്സിജൻ കാണാൻ പറ്റുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് ഇന്ന് ഇത്ര ഓക്സിജൻ ഉള്ളതിനായി സ്വോത്രം എന്ന് കണ്ടു വല്ലതും പറയാൻ പറ്റൂ? ഇല്ല. പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എങ്ങനെയാ മനസ്സിലാക്കുന്നത്? തട്ടിപ്പോകുന്നില്ല ജീവനോട്. അപ്പൊ മനസ്സിലായി എന്തുണ്ട്? ഓക്സിജൻ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ ഒന്നും നേത്ര കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. ചില ഹൃദയങ്ങൾ അങ്ങനെ, എന്നതാന്ന് ഒരു പിടി ഹൃദയമുണ്ട്, പക്ഷെ എന്നതാന്ന് ഒരു പിടി സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ വല്ല പറയുന്നേ? വാതകാവസ്ഥയിൽ നിന്ന് നിന്റെ ഹൃദയം മാറണം. സ്തോത്രം. ചില ഭർത്താവിന് അറിയത്തില്ല ഭാര്യയുടെ ഹൃദയം എന്നതാണ്, ചില ഭാര്യയ്ക്ക് അറിയത്തില്ല ഭർത്താവിന്റെ ഹൃദയം എന്നതാണ്, മക്കളുടെ ഹൃദയം എന്താണ് അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല, അപ്പന്റെ അമ്മയുടെ ഹൃദയം എന്ന് പല മക്കൾക്കും അറിയത്തില്ല. മനസ്സിലാവും. ചിലര് പറയത്തില്ലേ സ്വോത്രഹരി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴോ ഇവന്റെ ഹൃദയത്തിൽ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നോന്ന്, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും അറിയത്തില്ലേ? ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാം, അത് വേറെ കാര്യം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? വാതകാവസ്ഥയിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറണം, മാറിയേ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ അവസ്ഥയാണ് ദ്രാവകം. അത് രണ്ടാമത്തതാ, ഞാൻ മൂന്നാമതങ്ങ് പറയുക. ദ്രാവകം ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കുടിക്കുന്ന വെള്ളം. കുടിക്കുന്നത് ഏത് വായിക്കോട്ടെ, വെള്ളം. സ്തോത്രം. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് പകരാൻ പറ്റുന്നു. സ്തോത്രം. ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിൽ ഒഴിക്കുന്നു അതാണ് അതിന്റെ ആകൃതി എന്ന് വെച്ച് അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കരുത് കേട്ടോ. വിജയപാസ് പ്രസംഗിച്ച് നമുക്ക് ഏത് രീതിയിലും സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആകൃതി സ്വഭാവം മാറ്റാൻ അങ്ങനൊന്നും വളച്ചൊടിക്കരുത്, അതൊന്നുമല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് വെള്ളം ദ്രാവകമായിട്ടുള്ളത് പകരാൻ പറ്റും. അതിന്റെ അർത്ഥമല്ല അത് ഒഴുകുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് ഒഴുകുന്നതാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയം പകരപ്പെടണമെങ്കിൽ ഹൃദയം ഒഴുകുന്നതായിരിക്കണം. ഹൃദയം പകരപ്പെടണമെങ്കിൽ ഹൃദയം ഒഴുകുന്നതായിരിക്കണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് പോലെ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് പോലെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒഴുകുന്നത്. ആ നിലയിലേക്ക് ഹൃദയത്തെ ദൈവാത്മാവ് ഇന്ന് മകൾ പണിയാൻ പോകുകയാണ്. ഇന്ന് മകളിൽ ദൂത് പറയുന്നു. കൈ പോലിരിക്കുന്ന, ഫലം പോലിരിക്കുന്ന, വാദനം പോലിരിക്കുന്ന ചില ഹൃദയങ്ങളെ ഈ നടന്ന യുദ്ധത്തിൽ തുടങ്ങുന്നു.
പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തെ തുറന്നു, നിന്റെ കൂടെ തുറന്നു, നിന്റെ കുടുംബത്തിനെ തുറന്നു. ഫലപ്പോലിരിക്കുന്ന ചില ഹൃദയങ്ങളെ ഈ വാക്യത്തിന്റെ ശക്തി കൊടുക്കുന്നു. ഈ ദൂതരെ എത്ര പേര് സ്വീകരിക്കും? എന്റെ തന്നെ വിട്ടുകൊടുക്കുന്നു, എന്നെ വിട്ടുകൊടുക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തെ ഒഴിക്കണമേ, എന്റെ ഹൃദയത്തെ ഒഴിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? ശബ്ദന 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു പക്ഷെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ഹൃദയം വെള്ളം പോലെ നിന്റെ ഹൃദയത്തിൽ കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ പ്രാർത്ഥന എത്ര പേര് ഹൃദയത്തെ വിട്ടുകൊടുക്കും? എത്ര പേര് ഹൃദയത്തെ വിട്ടുകൊടുക്കും? ചിന്തകൾ മാറ്റി, വിചാരങ്ങൾ മാറ്റി, കുടുംബങ്ങൾ മാറ്റി, വേദനകൾ മാറ്റി, മാറ്റി നിന്റെ ഹൃദയത്തെ ദൈവത്തോടു ഹൃദയത്തെ കൊടുത്തു, ഹൃദയത്തെ കൊടുത്തു, ഹൃദയത്തെ കൊടുത്തു, ശക്തി ഹൃദയത്തെ കൊടുത്തു. കല്ലുപോലുള്ള ഹൃദയങ്ങൾ തകരട്ടെ, ഖരാവസ്ഥ മാറട്ടെ, വാർത്താവസ്ഥ മാറട്ടെ. ഒരു ദ്രാവകം ഒഴുകുന്നത് പോലെ, പകരുന്നത് പോലെ ഹൃദയം മാറട്ടെ, പ്രാർത്ഥന മാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഹന്നയുടെ ഹൃദയം പകർന്നെങ്കിൽ, സങ്കീർത്തനക്കാരന്റെ ഹൃദയം പകർന്നെങ്കിൽ, അവരുടെ ഹൃദയം പകരത്തക്ക നിലയിൽ അതൊരു ദ്രാവകം പോലെയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഹൃദയം വെള്ളമായെന്നല്ല ഞാൻ പറഞ്ഞത്, ആ അനുഭവത്തിലേക്ക് വന്നു, ആ അവസ്ഥയിലേക്ക് വന്നു. പാടാറുണ്ടല്ലോ, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, അല്ലേ? കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്ന് എങ്ങനെ ഒരുക്കണ്ടേ? ഇരുന്ന് പാടുക. എന്നതിനാണ്? കല്ലുപോലുള്ള എല്ലാ, ഈ പാടുന്നവന് വേണം ആദ്യം ഒരുക. സ്വത്രം. നമ്മൾ മറ്റുള്ളവരെ ഒരുക്കാൻ വേണ്ടി ഇരിക്കുക. കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെ മെഴുകുപോലെ ഉരുക്കണം. സ്വത്രം. ഞാൻ വിചാരിക്കും കല്ല് പോലുള്ള എന്റെ ഉള്ളത്തെ മെഴുകുപോലെ എന്ത് ചെയ്യണം? ഉരുക്കണം. അങ്ങനെ പാടേണ്ടി വരും. അപ്പം സ്തോത്രം. ഈ കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് പമ്പി മാറി നിൽക്കും. സ്തോത്രം. എന്ത് ചെയ്യും? നമ്മൾ മാറി. അത് മറ്റുള്ളവരെ ഉദ്ദേശിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പാടുന്നത്. കല്ല് പോലുള്ള എന്റെ ഉള്ളത്തെ എന്ത് ചെയ്യണം? മെഴുക് പോലെ കർത്താവെ ഒന്ന് ഉരുക്കണം. അങ്ങനെ വേണം പാടാൻ. ഹൃദയത്തെ പകർന്നാലേ അവന്റെ ഹൃദയവുമായിട്ട് നിന്റെ ഹൃദയം ചേരത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? ഒരു ദ്രാവകത്തിന്റെ അനുഭവത്തിലേക്ക് ഹൃദയം മാറണം. ഇന്ന് പകൽ എത്ര പേര് സമർപ്പിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്തൊരു വിടുതലുണ്ട്. അത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കും. പ്രാർത്ഥിക്കുന്നവർ തകർന്നാൽ, പ്രാർത്ഥിക്കുന്നവർ നിരാശപ്പെട്ടാൽ, പ്രാർത്ഥിക്കുന്നവർ പുറകോട്ട് പോയാൽ, പ്രാർത്ഥിക്കുന്നവർ കീഴടങ്ങിയാൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം കല്ലുപോലായാൽ, പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം കരം പോലായാൽ,
പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം വാതകം പോലായാൽ ശ്രദ്ധിച്ചോളം, പിശാച് കയറും, പിശാച് പ്രവർത്തിക്കും, പിശാചിന്റെ ഉദ്ദേശങ്ങൾ നടക്കും, അവന്റെ പദ്ധതികൾ നിറവേറും. പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം സൂക്ഷിക്കണം. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. യേശു പറയുന്നു, മടുത്തു പോകാതെ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് മടുപ്പ് വരുന്നത്? ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പറയാൻ നേരമില്ലാത്തതുകൊണ്ട് 4 കാര്യം വേഗത്തിൽ പറയാം. ഒന്ന്, പ്രാർത്ഥിച്ചു ഉടൻ മറുപടി ലഭിക്കാതെ വരുമെന്ന് വരും. അങ്ങനെ മടുപ്പുള്ള ഒത്തിരി പേരുണ്ട്. വേറൊന്നും പറയുന്നില്ല. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞിരുന്നാൽ പുറമേ പറയില്ല കേട്ടോ, ആൾക്കാർ പിടിക്കും. നിങ്ങളാണ് അകത്ത് പറഞ്ഞ എന്താ? പ്രാർത്ഥിച്ചിട്ട് ഉടനെ മറുപടി ലഭിക്കാതെ വരുമ്പോ എന്ത് വരും? മടുപ്പ് വരും. സ്തോത്രം. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ നിങ്ങളുടെ ഇരിപ്പ്. അങ്ങനെ മടുപ്പ് വന്നവരില്ലേ? ഇല്ലേ? ഇല്ലെന്ന് എന്നോട് പറയരുത്. സ്തോത്രം. കാരണം ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും സൂമിലും ഇല്ല, ഇവിടെ ഇല്ല. എന്നോട് പറയരുത് മടുപ്പ് വന്നു. നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോ മറുപടി സ്തോത്രം. കിട്ടിയില്ലേ എന്തോ വരും? നിരാശ വരും. അപ്പൊ എന്തോ വരും? മടുപ്പ്. സ്തോത്രം. മറുപടി 3 വിധത്തിൽ. ഒന്ന്, വേഗത്തിൽ ദൈവം മറുപടി തരും. ചില വിഷയത്തിന് വേഗത്തിൽ മറുപടി തരും. അങ്ങനൊക്കെ ദൈവം മറുപടി തന്നിട്ടില്ലേ? എനിക്കുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗത്തിൽ മറുപടി തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അധികം വൈകാതെ ദൈവം എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില വിഷയത്തിന് ദൈവം വേഗത്തിൽ തരും, മറുപടി തരും. ചില വിഷയത്തിന് മറുപടി കാത്തിരിക്കണം. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച ഉടനെ എന്ത് ചെയ്യത്തില്ല? മറുപടി കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ വിചാരം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. പഴയതുപോലെ നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞു, പഴയതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നു അല്ലേ? ദൈവം ചില വിഷയത്തിന് കാത്തിരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുയോജ്യമായ സമയം. ആ സമയത്ത് കിട്ടുന്ന മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്വമായി. സ്തോത്രം. ചില വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥനയിൽ മടുത്തവരേറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ചില വിഷയത്തിന്റെ അകത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കാത്തിരിക്കണമെന്ന് ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയുകയാണ്, അതിന്റെ അകത്ത് വാശി പിടിക്കരുത്, അതിന്റെ അകത്ത് പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്. ദൈവം വെച്ചിരിക്കുന്ന സമയം നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ സമയം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്താ? ചില വിഷയത്തിന് മറുപടി, ചില വിഷയത്തിന് മറുപടി കിട്ടത്തില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും മറുപടിയില്ല, ഇല്ലാത്തത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കേൾക്കുന്നുണ്ടോ? ചില വിഷയത്തിന് മറുപടി കിട്ടാത്തത് നമുക്ക് അനുഗ്രഹം. അത് പറഞ്ഞപ്പോ ഇച്ചിരി വിഷമമായി. സാരമില്ല. ചില വിഷയത്തിന് മറുപടി എന്നാ കിട്ടാത്തതിന്റെ കാര്യം? എടാ, നീ ചോദിച്ചത് ദൈവഹിത പ്രകാരമുള്ള കാര്യം അല്ല, അതുകൊണ്ടാണ് മറുപടി കിട്ടാത്തത്.
നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തില്ലാത്തൊരു സംഭവം നീ ചോദിച്ചാൽ ദൈവം തരത്തില്ല. ചിലപ്പോ അത് തന്നു കഴിഞ്ഞ നാളെ നിനക്ക് ദോഷം. മനസ്സിലാകുന്നുണ്ടോ? ഏത് വിഷയത്തിലും പ്രവർത്തിക്കാൻ ദൈവം ശക്തൻ. പക്ഷെ ചില വിഷയത്തിന് മറുപടി തന്നാൽ അല്ലെ കിട്ടുന്ന ആ മറുപടി പിന്നീട് ചിലപ്പോ ദോഷമായിട്ട് നമുക്ക് മാറും. അങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം തിരിച്ചറിഞ്ഞാൽ ദൈവം അതിന് മറുപടി തരത്തില്ല. മനസ്സിലാവും? അപ്പൊ 3 വിധത്തിലാ മറുപടി കിട്ടുന്നത്. അപ്പൊ മറുപടി പ്രാർത്ഥിച്ച് വേഗത്തിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയിൽ എന്തു വരും? മടുപ്പ് വരും. സ്തോത്രം. തിരിച്ചറിയണം കേട്ടോ, പ്രാർത്ഥനയിലെ മടുത്തു പോകരുത്. രണ്ടാമത്തെ കാര്യം, സാഹചര്യം കൂടുതൽ മോശമാകുമെന്ന് വരും. സ്തോത്രം. സാഹചര്യം നിങ്ങളുടെ ചിലരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ദൂത് എന്നോടാണ്. എനിക്ക് കാണാം. സ്തോത്രം. ഞാൻ പറയുന്നില്ല. സാഹചര്യം മോശമാകുമ്പോ അല്ലേ എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നം എന്ത് ചെയ്യാം? വർദ്ധിച്ചോണ്ട് ഇരിക്കുക. പ്രശ്നം എന്ത് ചെയ്യാം? വർദ്ധിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട് പ്രശ്നം, പക്ഷെ പ്രാർത്ഥിക്കും തോറും എന്ത് ചെയ്യുക? പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് ഇരിക്കുക. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. സ്തോത്രം. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടുകയല്ലാതെ ഒന്നും പറയുന്നു. ആ സമയത്തൊക്കെയാ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? അല്ലേ നമ്മൾ ചോദിക്കാറില്ലേ? സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? സാഹചര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തിനെക്കാട്ടിലും മോശമാകുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് മടുപ്പ് വരും. ഞാൻ ഇതൊക്കെ സ്തോത്രം പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്ര ഹല്ലേലൂയ. കാരണം പറഞ്ഞു തരേണ്ട കാര്യം പറഞ്ഞു തരണം. 2 ചാട്ടവും ചാടി തുള്ളി പോയിട്ടൊന്നും കാര്യമില്ല. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ആത്മീയ പോരാട്ടങ്ങൾ. എന്താ അത്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഉള്ളവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഈ വിഷയത്തിൽ ഇന്നു പകൽ വിടുതലുണ്ട്. പ്രാർത്ഥിക്കാൻ നേരത്തെ എന്താ? ശ്രദ്ധ. പക്ഷെ മൊബൈൽ നോക്കുമ്പോ ഇല്ല. TV കാണുമ്പോ ഈ പ്രശ്നം ഇല്ല. കുറ്റം പറയുമ്പോ ഈ പ്രശ്നം. മാത്രം നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങളെ കുറിച്ചാണെന്ന് വല്ല തോന്നലുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, വിഷയം വിടുതലാകട്ടെ. സ്തോത്രം. ഈ സമയത്തൊന്നും ശ്രദ്ധ കുറവുണ്ടോ? ആരെങ്കിലും 2 പേര് സംസാരിക്കുവാണെങ്കിൽ അങ്ങോട്ട് മാറി എന്ത് ശ്രദ്ധിച്ചാൽ എങ്ങനെ പിടിച്ചെടുക്കാമോ അതുപോലെ എന്ത് ചെയ്യുന്നത്? ഈ ശ്രദ്ധ എവിടെ ഇല്ല. പലരും പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ചിന്തകൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതൊരു ആത്മീയ ഒരു പോരാട്ടമാണ്. പ്രാർത്ഥിപ്പിക്കാതിരിക്കാനുള്ള. ചിലർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എന്ത് വരും? ഉറക്കം വരും. ഉറക്കം. സ്തോത്രം. എന്നോട് ഒത്തിരി പേര് പറയാം, പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എന്ത് ചെയ്യും? ഉറക്കം വരും. ഉറക്കം വരും. അങ്ങനെയൊക്കെ അനുഭവം ഉള്ളവരൊക്കെ ഇതിനകത്ത് കാണും. സ്തോത്രം. രാത്രി കിടന്നാൽ എന്ത് ചെയ്തില്ല? അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഏതാ? സത്യത്തിൽ ഉറങ്ങേണ്ടത് അപ്പോഴാണ്. രാത്രി ഉറങ്ങേണ്ട സമയത്ത് എന്ത് ചെയ്തില്ല? ഉറങ്ങത്തില്ല. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എവിടുന്നാണ് ഈ ഉറക്കം വരുന്നത്? എനിക്കറിയാം. എന്നാൽ രാത്രി ഉറങ്ങേണ്ട സമയത്ത് സ്തോത്രം ചെയ്യും. അപ്പൊ അതൊരു പോരാട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ക്ഷീണം കൊണ്ട് വരാം. അല്ല, രാവിലെ മുതൽ പോയി അധ്വാനിച്ച് വൈകിട്ട് വരുമ്പോ എന്ത് ചെയ്യാം? ക്ഷീണം കൊണ്ട് എന്ത് ചെയ്യാം? ഉറക്കം വരാം. ഇതൊരു പണിയെടുക്കാണ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഉറക്കം വരുന്ന
മനസ്സിലാവുന്നുണ്ടോ? ചിലർ കാണുന്നുണ്ട് മീറ്റിങ്ങിന് വരുമ്പോ വാ പൊളിക്ക്, ഈ ചിമ്പാൻസിയുടെ വായൊക്കെ പൊളിക്കുന്നവർ ഇടക്കിടക്ക് ഇങ്ങനെ പൊളിക്കും. എന്നാൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഇരിക്കുമ്പോ ഒരു കോട്ടുമായി ഭയങ്കര ഉത്സാഹമാണ്. സ്വതന്ത്രം. എന്നാണ് ഞാൻ ഒരാളോട് പറഞ്ഞു, ഇവിടെ വാവിടെ നമ്മൾ ഈച്ച കയറിപ്പോ അടച്ചൊക്കെ. അതാണ് ഞാൻ പറഞ്ഞ മൈക്കിനകത്തോടെ തന്നെ പറഞ്ഞു. എന്നാ മനുഷ്യനാ കൂട്ടുപോയി ഇടുമ്പോ വായൊന്നും ഒത്തിയെങ്കിലും പിടിക്കത്തില്ല. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ഞാൻ പരമാവധി പരമാവധി ഇരിക്കുന്നിടത്ത് ജിമാൻസ് തുറക്കുന്ന പോലെ അങ്ങ് തുറക്കുക. ഇതൊക്കെ നമുക്ക് ഡിസ്റ്റർബാ. അതാ പറഞ്ഞത്, ബുദ്ധിമുട്ടാണ്. ശുശ്രൂഷിക്കുന്നവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒരു ശരിയല്ല. അതൊക്കെ പഠിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളേ, ക്ഷീണം വരുന്ന സ്വാഭാവികം, കൂട്ടുക വരുന്ന സ്വാഭാവികം. പക്ഷെ അത് ഒരു കൈയൊക്കെ മറച്ചു വരണം. എന്ത് ചെയ്യാൻ അതാണ് അതിന്റെ ഒരു മര്യാദ. നിങ്ങളത് പിടിച്ചു വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കും എന്ത് പറ്റും? ഉറക്കം വരുന്ന അനുഭവം. സ്വന്തം അവിടെ കൊണ്ട് തീർന്നു ഇല്ല. മനസ്സെന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥപ്പെടും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മനസ്സ് അല്ലേ? അങ്ങനെ ഇല്ലേ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യാം? ഇതൊക്കെ ചുമ്മാ കേൾക്കരുതേ. ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നോണം. ഇതിന് വിടുതലെടുത്തിട്ട് മടങ്ങാവുള്ളൂ. അപ്പോ മനസ്സെന്ത് ചെയ്യും? ചിലതുണ്ട്, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമായിരിക്കും, അന്ന് ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുമ്പോൾ എന്തേലും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയം കയറി വരും. ചിലപ്പോ ഒരു വാക്കായിരിക്കും, ചിലപ്പോ ഒരു സംസാരമായിരിക്കും, ചിലപ്പോ ഒരു ഫോൺ കോൾ ആയിരിക്കും, ചിലപ്പോ ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുന്നുണ്ട്. ഇത് വരും, മനസ്സുണ്ടാവും, അസ്വസ്ഥമാണ്. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനൊക്കെ വരുന്നുണ്ട്. അവസാനം എന്താ സംഭവിക്കുക അറിയാം? പ്രാർത്ഥിക്കാനുള്ള താല്പര്യം കുറയും. പ്രാർത്ഥിക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ടാണ് താല്പര്യം കുറയുന്നത്? മനസ്സിന് മടുപ്പ് വരും. മനസ്സിലാകുന്നുണ്ടോ? നാലാമത്തെ ഒരു കാര്യം കൂടെ, മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യും. ഇതാണ് മറ്റൊരു മടുപ്പ്. ജോജിയച്ചാൻ എക്സാമ്പിൾ കേട്ടോ. ജോജിയച്ചാൻ പ്രാർത്ഥിക്കുമ്പോ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ല. സനൂപ് ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് ഉടനെ അവന് മറുപടി കിട്ടുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാനാ പറഞ്ഞു. ഇവർ രണ്ടുപേരാകുമ്പോ പ്രശ്നമില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. സ്വോത്രം. ജോജിയച്ചാൻ പ്രാർത്ഥിക്കുമ്പോ ജോജിയച്ചാന്റെ പല വിഷയത്തിൽ എന്തില്ല? മറുപടി ഇല്ല. എക്സാമ്പിൾ ആണ്, ഇല്ല. പക്ഷെ സനൂപ് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോ സനൂപ് ദൈവം പറയാതിരിക്കട്ടെ, ദൈവം വിളിച്ചിട്ട് പറയാം, അച്ഛാ ഈ വിഷയത്തിൽ എന്തായി? മറുപടി ഇപ്പോഴത്തെ അച്ഛന്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വരും, കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇതെന്തോ വരുത്തും? പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരുത്തും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? മറ്റുള്ളവരുമായിട്ട് നമ്മുടെ വിഷയമോ നമ്മുടെ പ്രാർത്ഥനയോ താരതമ്യം ചെയ്യരുത്. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മടുപ്പ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇത് കൂടുതലൊന്നും വിശദീകരിക്കാനില്ല, ലളിതമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ തീരുമാനമെടുക്കണം, ഇതെല്ലാം ഞാൻ എന്റെ ലൈഫിൽ ഒഴിവാകും. എന്റെ പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന ഈ ഞാൻ പോലും അറിയാതെ എന്നിൽ വ്യാപരിക്കുന്ന ഈ സ്വാധീനത്തിന്റെ മേൽ ഞാൻ ഇന്ന് ജയമെടുക്കുമെന്ന് തീരുമാനമെടുക്കും. ഇതിനെ എങ്ങനെ ജയിക്കാം? ഞാൻ 1-2 പോയിന്റുകൾ പറഞ്ഞു. സ്തോത്രം. എന്ന് വെച്ചാൽ ദൂതിലേക്ക് വരാൻ പോവുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങള് ഫലത്തിൽ കേന്ദ്രീകരിക്കരുത്. അതായത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കും.
ചിലര് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാ. എന്താ? ഉത്തരം കിട്ടണം, മറുപടി കിട്ടണം, അല്ലേ? അതിനല്ലേ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അതിനു വേണ്ടി മാത്രം പ്രാർത്ഥന എന്ന മാധ്യമത്തെ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അതിലുപരി നിങ്ങൾ ചിന്തിക്കണം, പ്രാർത്ഥന സനു ഞാൻ പ്രാർത്ഥന എന്താ സനു പറഞ്ഞ പോലെ പ്രാർത്ഥന എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്ന് ആദ്യം ചിന്തിക്കും. പ്രാർത്ഥന ഇല്ലെങ്കിൽ ഈ ദൈവവുമായിട്ട് ബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബന്ധമില്ല. എന്നെ ദിനം പ്രതി ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് പ്രാർത്ഥന. മറുപടി കിട്ടിയാലും മറുപടി കിട്ടിയില്ലേലും ഞാൻ പ്രാർത്ഥിക്കും. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ മറുപടിയല്ല വലുത്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ് വലുത് എന്ന ചിന്തയിലേക്ക് നമ്മുടെ പ്രാർത്ഥനാന്തരീക്ഷം മാറിയാൽ മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും, വയ്യെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. ഒരാമേനത്ര വരുന്നത് മനസ്സിലാവുന്നു. അപ്പൊ ദൈവത്തിൽ എന്ത് ചെയ്യണം? ശ്രദ്ധ കേന്ദ്രീകരിച്ച്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏതാ? ഇപ്പൊ നമ്മള് ചിലര് പറയും ഞാൻ മണിക്കൂറുകൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, അല്ലേ? എല്ലാവർക്കും ചിലപ്പോ അതിനെ പറ്റിയെന്ന് പറ്റുമോ? ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ പലരും പല സമയമായിരിക്കും. ചിലര് 1 മണിക്കൂർ പ്രാർത്ഥിച്ചവര് കാണും, അല്ലേ? ചിലര് അരമണിക്കൂർ പ്രാർത്ഥിച്ചവര് കാണും, ചിലര് 15 മിനിറ്റ് പ്രാർത്ഥിച്ചവര് കാണും, ചിലര് 5 മിനിറ്റ് പ്രാർത്ഥിച്ചവര് കാണും, ചിലര് പ്രാർത്ഥിക്കാത്തവര് കാണും, അല്ലേ? എല്ലാരും ഉണ്ട്. സ്വത്രം. അപ്പൊ എല്ലാ സമയത്തും ഒരുപോലെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. മടുപ്പിനെ മാറ്റാനായി പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് ക്ഷീണം വരും. അപ്പൊ ഇന്ന് ബുധനാഴ്ച ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെന്നിരിക്കട്ടെ. ചിലപ്പോ നാളെ അതിന് പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോ മനസ്സോ അസ്വസ്ഥയോ അല്ല സാഹചര്യമോ ഇരിക്കട്ടെ. അപ്പൊ ഈ 2 മണിക്കൂറിനെ ഒരു 10-15 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലാവുന്നല്ലോ? 2 മണിക്കൂറിനെ 10-15 മിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ആ 2 മണിക്കൂർ ഒരു ദിവസം 15 മിനിറ്റ് ഇടവിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് വീട്ടിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ 2 മണിക്കൂർ 2 മണിക്കൂർ ഒരുപോലെ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം. അരമണിക്കൂർ വെച്ചാ പ്രാർത്ഥിക്കുന്നെങ്കിലോ ഒരു ദിവസം 4 പ്രാവശ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രാവിലെ ഒന്ന് പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം, സന്ധ്യയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം, വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എത്രയായി? 2 മണിക്കൂർ ആയി. ആ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടി. അപ്പൊ 2 മണിക്കൂർ ഒരുമിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അത് ദൈവത്തിന് കാണുമ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം ഇവര് ബുദ്ധിമുട്ടിയാണല്ലോ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറയുന്നതിനൊരു ബുദ്ധിമുട്ടാണ്, അല്ലേ? പിന്നെ ഞങ്ങൾ അങ്ങ് പറയുക സ്തോത്രം. അപ്പൊ ബുദ്ധിമുട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ദൈവത്തിനും അതെന്താവും? ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് 2 മണിക്കൂർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ ചെറിയ സമയങ്ങളാക്കി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലെ മടുപ്പ് മാറും. മനസ്സിലായവർക്കായി സ്തോത്രം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. വചനം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ബൈബിൾ ആദ്യം വായിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ അകത്ത് ജയം കർത്താവ് തരും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു തരുന്നത്, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ആദ്യം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? വചനമെടുത്ത്, അല്ലാതെ ഞായറാഴ്ച കൊണ്ട് ഷെൽഫേ വെച്ചിട്ട് അടുത്ത ഞായറാഴ്ച അല്ല,
കേൾക്കുന്നുണ്ടോ? നാളെ ഒരു പാസ്റ്ററെ പരീക്ഷിച്ചതുപോലെ, അത് അറിയാവും. അവിടെയുള്ള പിള്ളേരൊന്ന് പരീക്ഷിച്ചു. സ്വതന്ത്രം പാസ്റ്ററിന്റെ ബൈബിളിൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പാസ്റ്ററിന്റെ ബൈബിളിൽ ഒരു 100 രൂപയുടെ നോട്ട് എന്ത് ചെയ്തു? ഒരാൾ കയറ്റി. പാസ് ബൈബിൾ എടുത്തോണ്ട് പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച വന്നപ്പോൾ പാസ് പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ ബൈബിളിനകത്തൊരു 100 രൂപ. ആരുടെ പൈസയാണത്? അപ്പൊ ദൈവങ്ങൾക്ക് മനസ്സിലായി, തിങ്കളാഴ്ച തൊട്ടിട്ടില്ല, ചൊവ്വാഴ്ച തൊട്ടിട്ടില്ല, ബുധനാഴ്ച തൊട്ടിട്ടില്ല, വ്യാഴം തൊട്ടിട്ടില്ല, വെള്ളി തൊട്ടിട്ടില്ല, ശനി പകല് തൊട്ടിട്ടില്ല, ശനി രാത്രി തൊട്ടു. മനസ്സിലായോ? വല്ല മനസ്സിലായോ? വചനം എന്ത് ചെയ്യണം? വായിക്കണം. വചനം എത്ര പേര് ബൈബിൾ വായിക്കുന്നുണ്ട്? കയ്യിൽ നിന്ന് പോകണ്ട. എത്ര പേര് ബൈബിൾ വായിക്കുന്നു? പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയെ വചനം ബലപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനയെ വചനം ശക്തീകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി 5-മത്തെ ഒരു കാര്യം കൂടെ പറയാം. അത് ചെയ്യേണ്ട കാര്യം. 4-മത്തെ കാര്യം, ഈ പ്രാർത്ഥനയുടെ മറുപടികൾ എന്ത് ചെയ്യണം? എഴുതി. ഈ പ്രാർത്ഥന വിഷയം എഴുതി വെക്കുന്ന എത്ര പേരുണ്ട്? നോക്കണ്ട. നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്കറിയാം എഴുതുന്നുണ്ടോ. ഓരോന്ന് പറയുമ്പോ എനിക്ക് എക്സ്പ്രഷൻ കിട്ടുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നിർബന്ധമൊന്നുമില്ല, നല്ല എഴുതി വെച്ച് പ്രാർത്ഥിക്കും, നല്ല കാര്യം. എനിക്ക് അനുഭവം, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും, നല്ല വിഷയം. എഴുതി വെച്ച് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മറുപടി കിട്ടിയ വിഷയത്തിന്റെ അകത്ത് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരു ആമേൻ എഴുതും. എനിക്ക് അതിന് മറുപടി ദൈവം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരുമ്പോ ഈ എഴുതി വെച്ച ഡയറി എന്ത് ചെയ്യണം? ഒന്നെടുക്കണം. എടുത്തിട്ട് പുറകോട്ട് എന്ത് ചെയ്യണം? താളൊന്ന് മറിക്കണം. ഇന്നലകളിൽ തന്ന മറുപടി ഓർക്കുമ്പോ തന്നെത്താനെ പ്രാർത്ഥിക്കാൻ തോന്നും. അസാധ്യങ്ങളെ സാധ്യമാക്കിയത് ദൈവം ചെയ്ത മറുപടി ഓർക്കുമ്പോൾ തന്നെത്താനെ പ്രാർത്ഥിക്കാൻ തോന്നും. മനസ്സിലാകുന്നുണ്ടോ? മറുപടികളെ എന്ത് ചെയ്യണം? എഴുതി. മറുപടികൾ എഴുതണമെങ്കിൽ ആദ്യം പ്രാർത്ഥനാ വിഷയം എന്ത് ചെയ്യണം? കേട്ടോ? ഇത് ചെയ്യണം. 5-മത്തെ കാര്യം കൂടെ പറയാം. ഇനി ഇതൊന്നും ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ലെങ്കിൽ, ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് എന്നിട്ടും ഒന്നും പ്രാർത്ഥിച്ചങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ലെങ്കിൽ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുമായിട്ടൊരു ബന്ധം പുലർത്തണം. ഒരു ക്ഷീണം വരുമ്പം അവരെ വിളിക്കണം. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവര് ദൈവസന്നിധി ഇരിക്കുന്ന സമയത്ത്, പാസ്റ്ററെ അല്ലെ ആന്റി, അല്ലെങ്കിൽ സഹോദരി, അല്ലെ സഹോദര, ഞാനൂടെ കുറച്ചു നേരം വന്നിരുന്ന് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചെന്ത് ചെയ്യണം? അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോൾ അവർ നിങ്ങളെ കൈത്താങ്ങി. അവരിങ്ങോട്ട് വന്ന് വേണം ഞങ്ങളെ കൈത്താങ്ങിയിട്ട്, അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ആവശ്യം നിന്റെ ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് നീ ചേർന്ന് നിൽക്കണം. അവര് നിന്റെ കൈത്താങ് ചെയ്യും, കൂട്ടായ്മ കൈത്താങ് ചെയ്യും. അപ്പോൾ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നിനക്ക് വീണ്ടും റീചാർജ് ചെയ്ത് കയറി വരാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ 5 കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, 5 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശ്രദ്ധയിൽ, 1, ദൈവമായിട്ടുള്ള ബന്ധമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. 2, ദീർഘസമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആ സമയം ചെറിയ സമയങ്ങളാക്കി എന്ത് ചെയ്യണം? ചുരുക്കണം. 3, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വചനം എന്ത് ചെയ്യണം? വായിക്കണം. 4, പ്രാർത്ഥനയുടെ മറുപടികൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. 5, പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ
പ്രാർത്ഥിക്കുന്ന നല്ല ദൈവകുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്തി എന്ത് ചെയ്യണം? ശക്തമായിട്ട് അവരോട് ചേർന്ന് സ്തോത്രം. ഇന്ന് പകൽക്കാലം മനസ്സിലായോ? പ്രാർത്ഥനയ്ക്കകത്ത് കൊണ്ടുവരുന്ന മടുപ്പും അതിനെ എങ്ങനെ ജയിക്കാമെന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രത്യാഘാതങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, പ്രതിയോഗികൾ വരും. പക്ഷേ നിന്റെ പ്രാർത്ഥന കുറയരുത്. നിന്റെ പ്രാർത്ഥന കുറയരുത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അകത്തൊരു വിടുതൽ വേണം? നിങ്ങൾ വേദപുസ്തകമൊക്കെ ഒന്ന് മടക്കി, ഡയറിയൊക്കെ ഒന്ന് മടക്കി വെച്ച് കണ്ണുകൾ അടച്ച് അല്പനേരം ആത്മാവിലൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അല്പനേരം ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ആരും മൗനമായിരിക്കരുത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന മടുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന്റെ പുറകിൽ ഒരു പൈശാചികതയുണ്ട്, അതിന്റെ പുറകിൽ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവേ, മടുപ്പിനെ ഇന്നും എടുത്തു കളയണമേ. അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയിൽ മടുപ്പ് അനുഭവിക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയിൽ നിരാശ നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിൽ മടുപ്പ് വരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തൊടുന്നു എന്ന അർത്ഥം. പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വന്നാൽ അത് ഹൃദയത്തെ തൊട്ടു. അത് നേരെ ബാധിക്കുന്നത് വിശ്വാസത്തെയാണ്. വിശ്വാസത്തെ ബാധിച്ചാൽ അത് പ്രത്യാശയെ ബാധിക്കും. വിശ്വാസത്തെ ബാധിച്ചാൽ അത് പ്രത്യാശയെ ബാധിക്കും. അതുകൊണ്ട് കർത്താവിനോട് വിശ്വാസം കാണുമോ? മനസ്സിലായോ? കർത്താവ് വെറുതെ ചോദിച്ചതല്ല. ഒന്ന് ശ്രദ്ധിച്ചേ, കർത്താവ് വെറുതെ ചോദിച്ചതല്ല. മടുപ്പ് വന്നാൽ, ഹൃദയത്തിന് മടുപ്പ് വന്നാൽ വിശ്വാസത്തിന് മടുപ്പ് വരും. വിശ്വാസത്തിന് മടുപ്പ് വന്നാൽ പ്രത്യാശയ്ക്ക് മടുപ്പ് വരും. അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ കണ്ടു നിർത്തിക്കൊണ്ട കർത്താവ് ചോദിച്ചത്, മനുഷ്യപുത്രൻ വരുമോ? ഭൂമിയിൽ വിശ്വാസം കാണുമോ? അങ്ങനെ വരാതിരിക്കാൻ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ വിശ്വാസത്തിന് പരിക്കേൽക്കാതെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ആപത്ത് വരാതെ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. കണ്ണുകളടച്ചേ. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തിൽ ദൂത് കൈമാറാൻ പോവുകയാണ്. ദൂതുകൾ കൈമാറാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. ഹംഗരാജന പ്രഭാതന ദൈവാത്മാ പറയുന്നു, നിന്റെ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, നിന്റെ വിശ്വാസം കൈവിടരുത്. ദൈവത്തിന്റെ സമയം വരും, ദൈവത്തിന്റെ മറുപടി വരും. ദൈവം നിനക്ക് ഉത്തരം തരും, ദൈവം നിനക്ക് മറുപടി തരും. നീ പ്രാർത്ഥനയിൽ മടുക്കരുത്, നീ പ്രാർത്ഥനയിൽ നിരാശപ്പെട്ടു പോകരുത്, നീ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത്. മറ്റുള്ളവർക്ക് മറുപടി കിട്ടിയല്ലോ, എനിക്ക് മറുപടി ഇല്ലല്ലോ എന്ന് നീ ഭാരപ്പെടരുത്. ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവം നിനക്ക് മറുപടി വെച്ചിട്ടുണ്ട്, ദൈവം നിനക്ക് ഉത്തരം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലിടുന്ന മടുപ്പിന്റെ ശക്തികൾ, പ്രാർത്ഥനയിലിടുന്ന മടുപ്പിന്റെ ശക്തികൾ ഇന്ന് പകലിലേക്ക് അഴിഞ്ഞു മാറട്ടെ. വ്യക്തികളിൽ നിന്ന് അഴിയട്ടെ, കുടുംബങ്ങളിൽ നിന്ന് അഴിയട്ടെ. നിന്റെ ഹൃദയത്തെ കൊടുക്കുന്നതാണിത്. നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമെന്നവരിക ഇന്ന് പകൽ ചലിക്കട്ടെ. ദൈവശക്തി ചലിക്കട്ടെ, വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ. ഹൃദയത്തിനകപ്പെടുന്ന മടുപ്പിനെ ഈ നെടുകുകളയുന്ന ഒരു വിടുതലിന്റെ ശക്തി സ്ഥാപിക്കട്ടെ. പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്ന മടുപ്പ് അഴിയട്ടെ. പ്രാർത്ഥനയിൽ സ്വാധീനിക്കുന്ന പൈശാചികൾ അഴിയട്ടെ. പ്രാർത്ഥനയിൽ സ്വാധീനിക്കുന്ന
മരണത്തിന്റെ ശക്തി അഴിയട്ടെ. മരണത്തിന്റെ ശക്തി ഒരു വിടുതലായി നിന്നെ കൊടുക്കും. നിന്റെ പ്രാർത്ഥന മനുഷ്യനെ കൊടുക്കും. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ആത്മാവിൽ പ്രാർത്ഥിച്ചതെന്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എവിടെ ഒരു കടുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അഴിക്കും വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് ഹൃദയത്തെ ശരീരത്തെ വിട്ടുകൊടുത്താൽ പ്രാർത്ഥിച്ചേ. ഇന്ന് ആത്മാവിൽ അഴിയുക. നിന്റെ ഹൃദയം ഒരു ദ്രാവകം പോലെ, നിന്റെ ഹൃദയം ഒരു ദ്രാവകം പോലെ ഒഴുകുന്ന അനുഭവത്തിലുള്ള ദൈവാത്മാവ് പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. എല്ലാവരും നിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവമായ സമയത്ത് മടുപ്പ് അറിയട്ടെ. മനസ്സിനെ മറപ്പിക്കുന്ന സ്വാധീനം വിടുതലാണ്. നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ വിടുതലാണ്. പ്രാർത്ഥിക്കണമെന്ന് നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ വിടുതലാണെന്ന്. നീ ഭാരപ്പെടുന്നുണ്ട്, നീ പ്രയാസപ്പെടുന്നുണ്ട്, നിനക്ക് പ്രയാസമുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്, പ്രാർത്ഥനയിൽ മടുപ്പ് വരുന്നതിന് നിനക്ക് പ്രയാസമുണ്ട്, നിനക്ക് ഭാരമുണ്ട്. പ്രാർത്ഥനയ്ക്കകപ്പെട്ട മാറ്റം ഇന്നവരെ അഴിഞ്ഞു മാറട്ടെ. ജലത്തിന്റെ സ്വാധീനം, പൈശാചിക സ്വാധീനം, ഇവരൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യകൾ, നിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യകൾ ഇന്ന് അഴിഞ്ഞു മാറുകയാണ്. ആ സമയം വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ളതല്ല. നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥന കൂടുതൽ ശക്തമാക്കാൻ കൃപ ഇന്നലകളെക്കാട്ടിലും നിന്റെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുന്ന, നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പരിശ്രമിക്കുന്നു. നിന്റെ വിശ്വാസത്തെ ശക്തീകരിക്കുന്ന, നിന്റെ പ്രാർത്ഥന മനുഷ്യനെ ശക്തീകരിക്കുന്ന ഒരു വിടുതലിന്റെ ഫലം ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. അഴിയട്ടെ.
Yes. പ്രാപിച്ചേ. ഒരു വിടുതൽ ഈ ഏറ്റെടുക്കുന്നവരോട് ഞാൻ കയറുന്നവരോട് മടങ്ങി നടന്നവരോട് വിട്ടുവരിക്കുന്നവരോട് ഒരു ദൂതനല്ല നൽകുന്നു. നിന്റെ ജീവിതത്തെ നിന്റെ ഭാവത്തെ നിന്റെ സ്വസ്ഥതയെ നിന്റെ കുടുംബത്തെ നിന്റെ ഫലപൂർവ്വം നിന്റെ ആയുസ്സിനെ എതിർക്കുന്ന നിന്റെ ആരോഗ്യത്തെ എതിർക്കുന്ന നീ ചെയ്യാൻ പോകണ്ട ഒരു ജ്ഞാനത്തിവൻ ഒരു ന്യായാധിപൻ ചില വിഷയങ്ങളിലെത്തുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മടുപ്പ് മാറ്റുക, നിന്റെ ആരോഗ്യത്തിന്റെ മടുപ്പ് മാറ്റുക. നിന്റെ പ്രതിയോഗിക്കുന്നത് ദൈവം വിടുതലാണ്, വിടുതലാണ് സ്വീകരിക്കുന്നതെങ്കിൽ വിടുതലാണ്. Yes, yes, yes.
സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നീതിമാൻ പ്രതിക്രിയകൾ ആരംഭിക്കും. നീതിമാൻ പ്രതിക്രിയകൾ ആരംഭിക്കും. ചെയ്യുന്നു.